ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മുതലാമസാണ്. സോ കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓണപരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ കിളിപാറ നടക്കുകയാണ് എന്ന് മിസ്സിന് അറിയാം. സോ നിങ്ങളുടെ ഈ ഒരു പഠനത്തിന്റെ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഐസോടോപ്സ്, ഐസോബാർസ് എന്ന് പറയുന്നത്. 110% നമുക്ക് ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഐസോടോപ്പ് അല്ലെങ്കിൽ ഐസോബാറിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരും, എങ്ങനെ ഉത്തരം ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോയിൽ മിസ് സെറ്റ് ആക്കി തരാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഓണപരീക്ഷയ്ക്ക് 40-ൽ 40 മാർക്ക് മേടിക്കുക എന്ന് തന്നെയാണ്. അതിന് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. കെമിസ്ട്രിയിൽ 40-ൽ 40 സെറ്റ് ആക്കി തരാൻ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ പേടിക്കേണ്ട, അയ്യോ ടൈം പോയോ, ഇനി ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇപ്പൊ പഠിച്ചാൽ മാർക്ക് കിട്ടോ, അങ്ങനെയുള്ള ടെൻഷനുകൾ ഒന്നും വേണ്ട. ഇപ്പോ ഈ നിമിഷം തൊട്ട് എൻ്റെ ഒപ്പം നിങ്ങൾ പഠിക്കാൻ റെഡി ആയാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഓണപരീക്ഷയിൽ A+ അല്ല 40-ൽ 40 മാർക്ക് തന്നെ നേടാൻ സാധിക്കും. സോ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ. ചോദ്യം എന്താ? The symbols of some elements are given. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിട്ടുണ്ട്. What are isotopes? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെങ്കിൽ എന്താണ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഒരേപോലെയാണ്, അല്ലെ? സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷേ അവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും, അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് മിസ് എത്തിയിട്ടുള്ളത്. താഴെ എഴുതുന്ന നമ്പർ, അതായത് അറ്റോമിക് നമ്പർ ഒരേപോലെ, മേലെ എഴുതുന്ന നമ്പർ, അതായത് മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. സോ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളവരെ നമുക്ക് ഐസോടോപ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി അടുത്തത്, ഫൈൻഡ് ദ ഐസോടോപിക് പെയർ ഫ്രം ദി എബോവ്. ഇവയിൽ ഐസോടോപിക് ജോഡികൾ ഏതെല്ലാം എന്നാണ്. അപ്പൊ ഐസോടോപിക് ജോഡികളെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ താഴെ എഴുതുന്ന നമ്പർ ഒരേപോലെ ഉള്ളവരുണ്ടോ, അറ്റോമിക് നമ്പർ ഒരേപോലെ ഉള്ളവരുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കിക്കേ, ആരാ ഉള്ളത്? അതായിരിക്കുന്നു 2 കാർബൺ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവര് മാത്രമേ ഉള്ളൂ അല്ലെ? ശരി, ഇവര് മാത്രമേ ഉള്ളൂ. സോ ഐസോടോപിക് പെയർസ് എന്ന് പറഞ്ഞാൽ C612-ഉം അതേപോലെ C613-ഉമാണ് അല്ലെ? C612-ഉം C613-ഉമാണ് നമ്മുടെ ഐസോടോപിക് പെയർസ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും അറ്റോമിക് നമ്പർ സെയിം. ഇനി സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ആൻഡ് ഗീവ് റീസൺ. ഒരു ജോഡി ഐസോബാറുകൾ തിരഞ്ഞെടുത്ത് കാരണം വ്യക്തമാക്കുക. മക്കളെ, ഈ ഐസോബാർ എന്ന് പറഞ്ഞാൽ ആരാ? ഐസോടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആണ് അല്ലെ, പക്ഷെ മാസ് നമ്പർ ഒരേപോലെയാ. സെയിം ആയിട്ടുള്ള മാസ് നമ്പർ ഉണ്ടാവും. റെഡിയാണോ? അപ്പോ സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും. മേലെ എഴുതുന്ന ആൾക്കാർ ഒരേപോലെ, താഴെ എഴുതുന്ന ആൾക്കാർ ഡിഫറെന്റ്. അതാണ് ഐസോബാർ. അപ്പൊ ഐസോബാറുകളെ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളവരിൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റ്, മാസ് നമ്പർ ഒരേപോലെ, മേലെ എഴുതുന്ന ആൾക്കാർ ഒരേപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മാസ് നമ്പർ ഒരേപോലെയുള്ള ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? 224-നെ ഞാനിവിടെ കാണുന്നുണ്ട്. കിട്ടിപ്പോയി. ആരൊക്കെയാണ്? Mg 1224-ഉം സോഡിയം 1124-ഉം. ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ ഐസോബാർസ് എന്ന് പറയുന്നത്. സെറ്റ് കണ്ടോ? അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഒരേപോലെ, മാസ് നമ്പർ ഡിഫറെന്റ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റ്, മാസ് നമ്പർ ഒരേപോലെ. കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം നോക്കിക്കോ. There are 3 isotopes of hydrogen. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത് അല്ലെ? നെയിം ദ 3 isotopes of hydrogen. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളുടെ പേരെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 3 ഐസോടോപ്പ് ഉണ്ട്. 1H1, 1H2, 1H3 അല്ലെ? ഇതാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ്. ഇതിൽ ആദ്യത്തെ ആളുടെ പേരാണ് പ്രോട്ടിയം. പ്രോട്ടിയം. രണ്ടാമത്തെ ആളുടെ പേരാണ് ഡ്യൂട്ടീരിയം. മൂന്നാമത്തെ ആളുടെ പേരാണ് ട്രിഷിയം. അപ്പോ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് ഏതൊക്കെയാ? മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇനി അടുത്തത്, ഇവയിൽ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോടോപ്പ് ഏത്? വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ലാക്സ് ന്യൂട്രോൺ എന്നാണ്. ന്യൂട്രോൺ ഇല്ലാത്തത് ആരാ? അപ്പോ നമുക്കൊരു ആറ്റത്തിലെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. പ്രോട്ടിയം എടുത്തു കഴിഞ്ഞാൽ മാസ് നമ്പർ 1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. 1 - 1 0. സോ പ്രോട്ടിയം കണ്ടോ, ഒന്നാമത്തെ ആള് തന്നെയാ. പ്രോട്ടിയത്തിന്റെ
ട്രിഷ്യത്തിന്റെ കയ്യിലാണ് ന്യൂട്രോൺസ് 0 ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഡ്യൂട്ടീരിയം എടുത്താൽ വീണ്ടും A-Z ചെയ്യാം. മാസ് നമ്പർ 2 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. 2 - 1 1 എന്ന് കിട്ടും. സോ ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഇനി ട്രിഷ്യത്തിലേക്ക് പോകാം. അവിടെയും ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. A-Z ചെയ്താൽ മതി. 3 - 1 2 എന്ന് കിട്ടും. അപ്പൊ ഇനി നിങ്ങൾ പറ, ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാ? അത് പ്രോട്ടിയം ആണ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഇനി ഓർമ്മയില്ലെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇനി ഓക്സൈഡ് ഓഫ് വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? ഏത് ഐസോട്ടോപ്പിന്റെ ഓക്സൈഡ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗപ്പെടുന്നത്? ഏതാ? നമുക്ക് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം. ഈ ഹെവി വാട്ടറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പറയാം ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെ, സോറി D2O, അതാണ് ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് D2O. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയത്തിന്റെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The isotope of an element is used to determine the age of fossils. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിന്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഐസോടോപ്പ് ഏതാണ് മക്കളെ? ഈ ഐസോടോപ്പ് വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ഫോസിലുകളുടെ കാലപ്പഴക്കം, ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് C614 ആണ് കേട്ടോ. കാർബണിന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള C614 ആണ്. റൈറ്റ് ദി അതർ ഐസോടോപ്പ് ഓഫ് ദിസ് എലമെന്റ്, ഗീവ് ദ മെയിൻ യൂസസ് ഓഫ് ദം. മറ്റ് 2 പ്രധാന ഐസോടോപ്പുകൾ എഴുതി അവയുടെ യൂസസ് കണ്ടെത്തണം. അപ്പൊ മറ്റ് 2 കാർബണിന്റെ 3 ഐസോടോപ്പ് ആണ്. അതിലൊരെണ്ണത്തെ നമ്മൾ ഓൾറെഡി എഴുതി. മറ്റ് 2 ഐസോടോപ്പ് എന്ന് പറയുന്നത് C612 C613 സോ ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ള ജോലിയാണ്. ഇതിന്റെ യൂസസും ഓരോ ഐസോടോപ്പിലെ ന്യൂട്രോണുകളുടെ എണ്ണവും നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയതിനു ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോപ്പുകളുടെ കുറച്ച് യൂസസ് പഠിക്കാനുണ്ട്. അറിയാലോ, എസ്പെഷ്യലി ഹൈഡ്രജന്റെ ഐസോടോപ്പുകളുടെ പേര് പഠിക്കണം, അവരുടെ ഫോർമുല പഠിക്കണം, നമ്മുടെ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലത്തെ പറ്റി പഠിക്കണം. അതേപോലെ തന്നെ കാർബണിന്റെ ഐസോടോപ്പുകൾ 3 ഐസോടോപ്പ് ഉണ്ട്, C612 C613 C614. ഇവരുടെ 3 പേരുടെയും യൂസസ് പഠിക്കണം. ഇത് കൂടാതെ ഒരു ബോക്സിന്റെ ഉള്ളിൽ കൊബാൾട്ട് 16 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഐസോടോപ്പ് കൊടുത്തിട്ടുണ്ട്. അവരുടെ യൂസസ് അറിഞ്ഞിരിക്കുക. ഐസോബാറുകളുടെ ഡെഫിനിഷനും കണ്ടാൽ തിരിച്ചറിയാനും അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മുതലാമ, സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ.